വീണാട്ടിയുടെ ചോദ്യമുനയിൽ വീണ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിക്ക് മുന്നിൽ. കൊച്ചിയിലെ ED ഓഫീസിലെ ചോദ്യം ചെയ്യൽ 7 മണിക്കൂർ പിന്നിട്ടു. ഭർത്താവും MLA-യുമായ PI മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ടി എത്തിയത്. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, നിർണായകമായ ചോദ്യം ചെയ്യലാണ്, അതാകട്ടെ മണിക്കൂറുകൾ പിന്നിടുകയും ചെയ്തിട്ടുണ്ടല്ലേ? അതാ ഏകദേശം 6ാമത്തെ മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അറസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് പോകില്ല. സ്വാഭാവികമായും ആദ്യത്തെ തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അത്തരം കടുത്ത നടപടിയിലേക്ക് ED പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ വീണ ടി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:35 കൂടിയാണ് വീണ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് എത്തിയത്. അതിൽ വിശദമായ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ CMRL നിന്ന് ലഭിച്ച തുക അത് എന്ത് ചെയ്തു എന്നുള്ളതുമാണ്. ഇതെല്ലാം എവിടെയെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്, ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്, ഈ 2 കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകുക. ഒപ്പം ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ വേറെ ബോർഡ്സ്, അതിന്റെ പശ്ചാത്തലം, മറ്റു വരുമാന സ്രോതസ്സുകൾ, CMRL-ന് പുറമെ അതിനുണ്ടായിരുന്ന വരുമാന സ്രോതസ്സുകൾ, ഈ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിയുന്നത്. ഇതിൽ ഈ SFIO റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടും ഒക്കെ എക്സാലോജിക് സൊല്യൂഷൻസിന് എതിരായിരുന്നു. ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ED വീണയെ ചോദ്യം ചെയ്തത്. അപ്പോൾ അതിനെന്ത് മറുപടിയായിരിക്കും വീണ ടി നൽകാൻ പോകുന്നത് ശ്രദ്ധേയമാണ്. ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതടക്കം ഈ മറുപടിയിൽ ഊന്നിയായിരിക്കും. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വീണ പുറത്തിറങ്ങി. എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.